ഹായ് ഗുഡ് മോർണിംഗ്. RIRS അമ്പലവേലിൽ തന്നെയാണ്. പൂപ്പൊലിക്ക് വന്ന ഒരുപാട് ആളുകൾക്ക് മിസ് ചെയ്ത ഒരു സ്വർണ്ണ സുന്ദരിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഏഷ്യാറ്റിക് ലില്ലിയം എന്നാണ് പേര് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ലില്ലി വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ ഓറഞ്ച് കളറിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ശരിക്കും പൊട്ട് കുത്തിയ പോലെ തന്നെ അത്ര മനോഹരമാണ് കാണാൻ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റുഡൻ്റാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. നമ്മുടെ നജീം സാർ പരിചയപ്പെടുത്തി തരും. കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാനുണ്ട്. ഇപ്പോഴാണ് ഇനിയും വേണം ആസ്വദിക്കാൻ സമയമുണ്ട്. കാരണം ഇത് ഫ്ലവർ ബ്ലൂമിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാസം കൂടി എന്തായാലും ഫ്ലവർ ഉണ്ടാവാൻ 100% ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കാണാം, ആസ്വദിക്കാം. ഇനി അല്ലാത്തവർ വീഡിയോയിലൂടെ ആസ്വദിച്ചോളൂ. മോർണിംഗ്. എന്താണ് ഇന്ന് പറയാനുള്ളത്? ഇന്ന് നമ്മുടെ ഏഷ്യാറ്റിക് ലില്ലിയം കണ്ടാലോ? ഓക്കെ. അപ്പോൾ അത് 2022 പൂപ്പൊലിക്ക് വന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഏരിയയിൽ മാസമായിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഒരു ഫ്ലവറാണ് ഏഷ്യാറ്റിക് ലില്ലിയം എന്ന് പറയുന്നത്. അന്ന് കളർ കുറച്ച് ചേഞ്ചും ഉണ്ടായിരുന്നു അല്ലേ? അതെ, അന്നൊരു വൈറ്റ് അതുപോലെ പിങ്ക് കളറായിരുന്നു ഏറ്റവും കൂടുതൽ. ഇത്തവണ നമ്മളൊരു റിസർച്ച് പ്രൊജക്റ്റിന്റെ ഭാഗമാണ്, ഒരു PhD സ്റ്റുഡന്റിന്റെ റിസർച്ച് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പൂപ്പൊലി ഗാർഡൻ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റുഡന്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ഇത് വിപിൻ ശങ്കർ, നമ്മുടെ വെള്ളാനിക്കര കാർഷിക കോളേജിലെ PhD സ്റ്റുഡന്റ് ആണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ ഏഷ്യാറ്റിക് ലില്ലിയം ഹൈബ്രിഡ്സ്. ഇത് നമ്മൾ PhDയുടെ പ്രോഗ്രാമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് പല കളേഴ്സ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ഡീപ്പ് റെഡ്. ഇതിപ്പോൾ ഫസ്റ്റായിട്ട് വന്നത് മെട്രിക്സ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഹൈബ്രിഡാണ്. കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡിങ് അപ്പിയറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈസി ആയിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബൾബ്സാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ബൾബ്സ് വാങ്ങിയത് തന്നെ ന്യൂഡൽഹിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നത്. അതുപോലെ തന്നെ ഇത് പ്ലാന്റ് ചെയ്യുന്നത് ജസ്റ്റ് നോർമലി ലാൻഡ് ലെവൽ ചെയ്തിട്ട് നോർമലായിട്ട് ബൾബ് പ്ലാന്റ് ചെയ്തു വിത്ത് FIM, വെർമി കമ്പോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് ആയിട്ടുള്ള NPK, അതായത് ന്യൂട്രിയൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ICRലെല്ലാം യൂസ് ചെയ്യുന്നത് NPK All-19 ആണ്, ഫോളിയർ സ്പ്രേ ആയിട്ട്. ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ വീട് പാലക്കാട്, അവിടെയും കൂടി ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്താൽ നന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ബ്ലൂം ഇന്ന് രാവിലെ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട് ഈ സംഭവം. തീർച്ചയായിട്ടും ഗ്രീൻ ഹെവൻ ഫാമിലിക്കും കാണാൻ ഒരു വലിയ ഭാഗ്യമുണ്ടായി. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ പൂപ്പൊലി കണ്ടുപോയിട്ടുണ്ട്. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഈ വൈറ്റ് ഇന്ന് രാവിലെയാണ് ബ്ലൂം ചെയ്ത്. അതുപോലെ തന്നെ യെല്ലോ കൗണ്ടി ഇത് ഇന്ന് രാവിലെ വിരിഞ്ഞതാണ്. ആ വൈറ്റും ഈ യെല്ലോ കൗണ്ടി പറഞ്ഞ യെല്ലോ ഫ്ലവർ. അപ്പോൾ എത്രയോ ആൾക്കാർ കണ്ടുപോയി പൂപ്പൊലി. അതിൽ അവർക്ക് ആർക്കും കാണാൻ പറ്റാത്ത ഭാഗ്യം ഇനി അങ്ങോട്ട് കാണാല്ലേ. ഏകദേശം 1 മന്തോളം, ഒരു 2-3 വീക്കിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ ഫ്ലവേഴ്സും വരുന്നത് ഫുൾ ഫ്ലവറോ. അപ്പോൾ ആദ്യത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഗ്രീൻ ഹെവൻ ഫാമിലിക്കും തന്നെയാണ്. ബ്ലൂംസ് കൂടും. സൈസ് എത്ര ദിവസം നിൽക്കും? മെയിൻലി ഫീൽഡിലാണെങ്കിൽ ഒരു 7-8 ദിവസം നിൽക്കും. നമ്മൾ പോസ്റ്റ് ഹാർവെസ്റ്റ് ഒക്കെ ചെയ്ത് കെമിക്കൽസിൽ സുക്രോസ് ഒക്കെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 to 12 ഡേയ്സ് നിൽക്കും. ഓക്കെ, ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ. പ്രത്യേകിച്ച് ഒരു സ്റ്റുഡൻറ്റ് കൂടെ ആകുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. താങ്ക് യു.